പ്രേക്ഷകരെ, കാളിദാസ കലാകേന്ദ്രത്തിന്റെ 63ാമത് നാടകമായ ഇപ്പോഴില്ലെങ്കിൽ എപ്പോൾ അരങ്ങിലെത്തുമ്പോൾ നാടകാചാര്യൻ ഒ മാധവന്റെ ഓർമ്മകൾ പുതുക്കി കുടുംബവും ഒ മാധവൻ ഫൗണ്ടേഷനും. സോപാനം ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിന് മുന്നിൽ അരങ്ങേറിയ നാടകത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത്. ഒരു തുള്ളി ചോര പൊടിയാതെ, ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ ഈ രാജ്യത്തെ സ്ത്രീകൾ വീണ്ടെടുത്തു. നല്ല നാടകങ്ങളെ നെഞ്ചോട് ചേർത്ത മലയാളി മനസ്സിൽ ഓർമ്മകളുടെ വസന്തം സമ്മാനിച്ചാണ് കാളിദാസ കലാകേന്ദ്രത്തിന്റെ ഇപ്പോഴല്ലെങ്കിൽ എപ്പോൾ എന്ന നാടകം വേദി കീഴടക്കിയത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലെ മീനാക്ഷി എന്ന പെൺകുട്ടിയെ അനശ്വരമാക്കിയ ഒ മാധവന്റെ ജീവിതസഖി വിജയകുമാരിയും നാടകം കാണാൻ സോപാനത്തിലെത്തി. ഒപ്പം മക്കളായ മുകേഷും സന്ധ്യാരാജേന്ദ്രനും ചടങ്ങിൽ പങ്കെടുത്തു. വളരെ സുദീർഘമായ രീതിയിൽ ഒരു 1.5 കൊല്ലമായിട്ട് ചാരിറ്റി പ്രവർത്തനവും, എന്നാൽ ഇപ്രാവശ്യം അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ തൻ്റെ ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരാളെ കൂടി ഒ മാധവൻ ഫൗണ്ടേഷന്റെ പേരിൽ ആദരിക്കണം. അതും ഇവിടെ നടക്കാൻ പോവുകയാണ്. കാളിദാസ കലാകേന്ദ്രത്തിന്റെ 63ാമത് നാടകമാണ് അരങ്ങിലെത്തിയത്. ടിക്കറ്റ് എടുത്ത് നാടകം കാണുന്ന സംസ്കാരം മലയാളികളിൽ ഉണ്ടാകണമെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ഇപ്പം നമ്മുടെ പല സ്ഥലങ്ങളിലും, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും സിനിമ കാണുന്നത് പോലെ ആളുകൾ ടിക്കറ്റ് എടുത്ത് നാടകം കാണുന്ന ഒരു നാടക സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അത് വന്നെങ്കിൽ മാത്രമാണ് നാടക കലാകാരന്മാർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ചടങ്ങിൽ വിവിധ മേഖലകളിൽ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സംവിധായകൻ കമലിൽ നിന്ന് മികച്ച നടനുള്ള ഒ മാധവൻ പുരസ്കാരം നടൻ ഇന്ദ്രൻസ് ഏറ്റുവാങ്ങി. CR മഹേഷ് MLA, മുൻ MP CS സുജാത, നാടക സംവിധായിക ശൈലജ ജല, കണ്ണൂർ വാസൂട്ടി, പുനലൂർ സോമരാജൻ, സന്ധ്യാരാജേന്ദ്രൻ, അഡ്വക്കേറ്റ് A രാജീവ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. ന്യൂസ് മലയാളം, കൊല്ലം.